നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസദ് സർക്കാർ വീണതോടെ ഇനി സിറിയയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ചോദ്യം ശക്തമാകുമ്പോൾ അൽ-ഖ്വയ്ദയും IS-ഉം വീണ്ടും സിറിയയിൽ തല പൊക്കുമോ എന്നുള്ള ഭയം അമേരിക്കയ്ക്ക് ഉടലെടുക്കുന്നു. ട്രംപ് പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. സിറിയയിൽ വിമത സംഘത്തെ അധികാരത്തിൽ താൻ വാഴിക്കില്ല എന്ന്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ അൽ-ഖ്വയ്ദയും IS-ഉം വീണ്ടും വേരുകൾ ഉറപ്പിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ചില നീക്കങ്ങൾ സിറിയയിൽ നടത്തുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇതുമാത്രമല്ല, അൽ-ഖ്വയ്ദയും IS-ഉം ഒക്കെ സിറിയയിൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റാൽ അത് ഇസ്രയേലിനും വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സിറിയയിലേക്ക് സദാസമയവും നിരീക്ഷണവുമായി എത്തുകയാണ് ഇസ്രയേലും US-ഉം. സിറിയയുടെ തലയ്ക്ക് മുകളിൽ ഇനി എപ്പോഴും CIA-യുടെയും മൊസാദിന്റെയും ചാരക്കണ്ണുകൾ ഉണ്ടായിരിക്കും. സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിലായതോടെ ഇനി രാജ്യത്തിന്റെ ഭരണം കൈയാളുക അൽ-ഖ്വയ്ദ പശ്ചാത്തലമുള്ള അബു മുഹമ്മദ് അൽ ജലാനി ആകുമെന്നാണ് റിപ്പോർട്ടുകൾ. അവസരവാദിയും അപകടകാരിയുമായ ഒരു കൊടും ഭീകരന്റെ കയ്യിലേക്ക് സിറിയയുടെ ഭരണം എത്തുന്നത് ആശങ്കയോടെ തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇടക്കാലത്ത് മിതവാദിയുടെ പ്രതിച്ഛായയിലേക്ക് ജലാനി മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ അൽ-ഖ്വയ്ദ പശ്ചാത്തലമാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത്. അതായത് ഒരു ഭീകര ഗ്രൂപ്പിന്റെ കൈകളിലേക്ക് സിറിയയുടെ ഭരണം എത്തിയിരിക്കുന്നു എന്നുള്ള ആശങ്ക അത് അത്ര ചെറുതൊന്നുമല്ല. എന്നാൽ അസദിന്റെ ഭരണമോ അത് ഇതിലും വലിയ ഭീകരമായിരുന്നു. സിറിയ പിടിക്കാൻ IS തലവൻ അബൂ ബക്കർ അൽ ബാഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനും കൂടിയാണ് അബു മുഹമ്മദ് അൽ ജലാനി എന്നുള്ളത്. ജലാനിയുടെ ചരിത്രമെടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ കൂടിച്ചേർന്ന് കൈകോർത്ത് പിടിച്ച് നിന്നിരുന്നത് IS-ഉം അൽ-ഖ്വയ്ദയും ഒക്കെയാണ്. ആഭ്യന്തര യുദ്ധത്തിനിടെ ഛിന്ന ഭിന്നമായി കഴിഞ്ഞ രാജ്യത്തിന്റെ അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് 14 വർഷമായി നടത്തിവന്ന അടിച്ചമർത്തലുകൾ അവസാനിച്ചെന്ന് പറയുമ്പോഴും രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ വകയില്ല. അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചത് അമേരിക്ക തലയ്ക്ക് 10 കോടി വിലയിട്ട കൊടും ഭീകരൻ 42-കാരനായ അബു മുഹമ്മദ് അൽ ജലാനിയാണ് എന്നത് തന്നെയാണ് അതിന്റെ കാരണം. ഡമാസ്കസും പിടിച്ചു കഴിഞ്ഞതിന് ശേഷം വലിയ ആഘോഷമാണ് ഇപ്പോൾ വിമത ഗ്രൂപ്പുകൾ നടത്തുന്നത്. പിന്നാലെ ഇവരുടെ പ്രഖ്യാപനവും വന്നു. സ്വേച്ഛാധിപതി ബാഷർ അൽ അസദ് പലായനം ചെയ്തു. ഞങ്ങൾ ഡമാസ്കസിനെ സ്വേച്ഛാധിപതിയായ ബാഷർ അൽ അസദിൽ നിന്ന് സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്നു. സിറിയയുടെ പുതിയ യുഗമാണിത് എന്ന് ഹയാത്ത് തഹ്രീർ അൽ ഷാം വിമത വിഭാഗം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഡമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സിറിയൻ സൈന്യവും സുരക്ഷാ സേനയും പിൻവാങ്ങിയതായി ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചതിന് പിന്നാലെ വലിയ ഒരു ആഘോഷമാണ് സിറിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. അൽ-ഖ്വയ്ദയിൽ നിന്ന് ഉത്ഭവിച്ചതും US-ഉം UN-ഉം തീവ്രവാദ സംഘടനയായി കണക്കാക്കുന്നതുമായ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗങ്ങൾ 2 ആഴ്ചയായി അസദ് ഭരണകൂടത്തിനെതിരായ നീക്കത്തിലായിരുന്നു. കൃത്യമായ നീക്കത്തിലൂടെയാണ് അസദിനെ അവർ വീഴ്ത്തിയത്. അസദ് സൈന്യം പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പടക്കോപ്പുകളും മറ്റും. റഷ്യയ്ക്കും ഇറാനും പോലും ആ മണ്ണിൽ വിമതരോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ജലാനി ഇനി അധികാരത്തിൽ കയറുകയാണെങ്കിൽ ഇസ്രയേലിനും ഭയക്കാനേറെയാണ്. കാരണം ഇസ്രയേൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച സൈന്യ തലവനാണ് ജലാനി. ഒടുവിൽ അമേരിക്കൻ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു മിതവാദി പ്രതിച്ഛായയിലേക്ക് മാറാൻ വലിയൊരു നീക്കം നടത്തിയിരുന്നു ജലാനി. ഇത്തരത്തിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ US ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു നീക്കവും കൂടിയായിരുന്നു ജലാനി നടത്തിയത്. കാരണം ആ സമയത്തൊക്കെ അമേരിക്ക അൽ-ഖ്വയ്ദയ്ക്കും IS-നും നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി തന്നെയാണ് അൽ-ഖ്വയ്ദയിൽ നിന്നും IS-ൽ നിന്നും തങ്ങൾ പിന്തിരിയുന്നു എന്ന് പറഞ്ഞ് ജലാനി ഒരു വിമത ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. ഇപ്പോഴും IS-ഉമായും അൽ-ഖ്വയ്ദയുമായും ജലാനിക്ക് ബന്ധമുണ്ട് എന്നുള്ള അടക്കം പറച്ചിലുകളുമുണ്ട്. സൗദിയിൽ ജനിച്ച് 7-ാം വയസ്സിൽ കുടുംബത്തോടൊപ്പം സിറിയയിലേക്ക് മാറിയ അഹമ്മദ് ഹുസൈൻ അൽ ഷറ സെപ്റ്റംബർ 11 ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായത്. 2003 മുതൽ 5 വർഷം ഇറാഖി ജയിലിലായിരുന്നു. 2011 അൽ-ഖ്വയ്ദയുടെ സിറിയൻ വിഭാഗം ജബത്ത് അൽ നുഷ്ര രൂപീകരിച്ച് അസദിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി ജലാനി തന്നെയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകി മുൻപന്തിയിലുണ്ടായിരുന്നത്.
എന്നാൽ ഇടയ്ക്ക് റഷ്യയുടെ ആക്രമണത്തിൽ ജലാനി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വലിയ ആഘോഷത്തോടെയാണ് അസദ് ഏറ്റെടുത്തത്. എന്നാൽ അസദിനെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ജലാനിയുടെ ഉയർത്തെഴുന്നേൽപ്പ്. HTSന്റെ സ്ഥാപകൻ എന്ന നിലയിൽ ജലാനി ഒരു ദശാബ്ദത്തോളമായി മറ്റ് സായുധ സേനകളിൽ നിന്ന് വിട്ടുമാറി രാജ്യാന്തര പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. സിറിയയിൽ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് സൃഷ്ടിക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 2006 US സേന അറസ്റ്റ് ചെയ്യുകയും 5 വർഷത്തോളം തടവിലാക്കുകയും ചെയ്ത ജലാനിയെ പിന്നീട് സിറിയയിൽ അൽഖ്വയ്ദയുടെ ശാഖ സ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു. അൽഖ്വയ്ദയുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖിന്റെ തലവനായ അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി ആ ആദ്യ വർഷങ്ങളിൽ ജലാനി പ്രവർത്തിച്ചു. 2014 തന്റെ ആദ്യ ടെലിവിഷൻ അഭിമുഖത്തിൽ ഇസ്ലാമിക നിയമം എന്ന തന്റെ ഗ്രൂപ്പിന്റെ വ്യാഖ്യാനത്തിന് കീഴിലാണ് സിറിയ ഭരിക്കപ്പെടേണ്ടതെന്ന് ജലാനി പ്രഖ്യാപിച്ചു. തുർക്കി, ചെച്ചന്യ, ഇറാഖ്, മധ്യേഷ്യ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത സംഘടന കരുത്താർജിച്ചു. സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ല എന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്നും പറയുമ്പോഴും ഇദ്ലിബിലെ ഭരണസമിതിയിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യം ഇല്ലാത്തത് അൽ ജലാനിയുടെ തനി നിറം തെളിയിക്കുന്നതാണ്. വിമർശകരുടെ തലവെട്ടുകയും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക ആത്യന്തിക ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത അൽ ജലാനി ആഗോള ഭീകരതയുടെ അടുത്ത മുഖമാകുമോ എന്നുള്ള ആശങ്കയാണ് സിറിയയിലെ കാഴ്ചകൾ കാണുമ്പോൾ ഉയർന്നു വരുന്നത്. അൽഖ്വയ്ദയുമായും ISുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ജലാനിയെ ലോകം ഭയക്കുക തന്നെ വേണം. പാശ്ചാത്യ ശക്തികൾ ISന് പിന്നാലെ തിരിഞ്ഞപ്പോൾ സിറിയയിലെ ഇദ്ലിബിൽ സ്വന്തം സാമ്രാജ്യം ഉയർത്തി കരുത്തനായി മാറുകയായിരുന്നു ജലാനി. അൽഖ്വയ്ദ പശ്ചാത്തലം ഭാരം ആണ് എന്നുള്ള തിരിച്ചറിവിൽ ഭീകര സംഘടനയുടെ പേര് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് മാറ്റുകയും നീളൻ കുപ്പായവും താടിയും ഉപേക്ഷിച്ച് പാശ്ചാത്യ വേഷങ്ങളിൽ പൊതുവേദികളിൽ എത്തിയും മുഖം മിനുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു ജലാനി. ജലാനിയുടെ കൈകളിൽ സിറിയ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ ശക്തമായ നിരീക്ഷണം സിറിയയ്ക്ക് മുകളിൽ നടത്തുന്നുണ്ട്. സിറിയയിൽ ഒരിക്കലും ഭീകര സംഘങ്ങൾ തലപൊക്കരുത് എന്നുള്ളതാണ് ഇരു കൂട്ടരുടെയും ആവശ്യം. അങ്ങനെ വന്നാൽ കളി കാര്യമാകും. അതുകൊണ്ട് തന്നെ ഒരു നീക്കം നടത്തണം എന്നുള്ള ഘട്ടം വന്നാൽ, അതായത് കയ്യിൽ നിൽക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഇസ്രയേൽ ഉറപ്പായും സിറിയയിൽ ഇടപെടൽ നടത്തും. അതിനോട് ഒപ്പം നിൽക്കുകയും ചെയ്യും അമേരിക്ക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.